മോർണിംഗ്. നമ്മളിന്ന് ടെലിഗ്രാമിൽ ഒരു ലൈവ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കാര്യം റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചില ഏരിയാസ് അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട് അല്ലേ. ഈ പ്രാവശ്യം ന്യൂസിൽ വന്നൊരു ടോപ്പിക്കാണ് ഇന്ററിം ബഡ്ജറ്റ്. ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നമുക്ക് റാങ്ക് മേക്കിങ്ങിന് ധാരാളം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളുടെ ക്ലാസ് നമ്മൾ ടെലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ടെലിഗ്രാമിൽ മെമ്പേഴ്സ് അല്ലാത്തവർ ടെലിഗ്രാമിലേക്ക് വരിക, മെമ്പേഴ്സ് ആവുക. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ലൈവായിട്ട് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൈവ് സൂം ക്ലാസ്സസ് ആണ് ഈ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അടുത്ത കാലത്തായിട്ട് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്ന ടോപ്പിക്കാണ് ഇന്ററിം ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് പി എസ് സിയിൽ. ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് ഇനി മുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. ധാരാളം കറണ്ട് അഫെയർ റിലവൻസ് ഉള്ള ഒരു ഏരിയ ആണത്. ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഇന്ന് അരച്ച് കലക്കി അങ്ങ് പഠിക്കാൻ പോവാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അനലിറ്റിക്കൽ ആയിട്ട് വേണം ഇനിയുള്ള പി എസ് സിക്ക് പഠിക്കാൻ. പണ്ടത്തെ പോലെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. സോ പുതിയ പാറ്റേണിൽ മാറിയ പി എസ് സി പാറ്റേൺ അനുസരിച്ച് നിങ്ങളെ ഒന്ന് സെറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പർപ്പസ് തന്നെ. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് എന്നൊന്ന് കോൺസെപ്റ്റ് എടുത്തു വെച്ചിട്ട് നമുക്കൊരു അനലിറ്റിക്കൽ ആയിട്ട് ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പം അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ജോഗ്രഫിക്കൽ, എക്കണോമിക്കൽ, സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പഠിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ടോപ്പിക് നമുക്ക് പ്രധാനമായിട്ട് 3 ഡയമെൻഷനിലാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഒന്നെന്താ, ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻ, ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ, ചരിത്രപരമായിട്ട് ബഡ്ജറ്റ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നീട് എക്കണോമിക് ഡയമെൻഷൻ. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ്, ഇത് 2 പാർട്ട് വീഡിയോ ആയിരിക്കും. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, ബഡ്ജറ്റിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടുകളും ഫിഗേഴ്സും ഒക്കെ പഠിക്കും. സെക്കൻഡ് പാർട്ട് ഇപ്പൊ റീസെന്റ് ആയി വന്ന ഇന്ററിം ബഡ്ജറ്റിന്റെ എക്കണോമിക് ഡയമെൻഷൻസ് ആണ്, കറണ്ട് അഫെയർ ഉള്ള സാധനം. അപ്പൊ അതിനകത്ത് ആ ടോപ്പിക് എഴുതുന്നത് നന്ദു സാർ ആയിരിക്കും. പിന്നെ കറണ്ട് അഫെയർ റിലവൻസ് ഉള്ള സംഭവമാണത്. അപ്പം എക്കണോമിക്സ് ഫാക്കൽറ്റി തന്നെ ആ ഒരു ടോപ്പിക് എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് പാർട്ട് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം, സെക്കൻഡ് പാർട്ടും കാണും. ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാമിന്റെ ലിങ്ക് ഒക്കെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം. മെമ്പേഴ്സ് അല്ലാത്തവര് ടെലിഗ്രാമിലേക്ക് വരും കേട്ടോ. ഓക്കെ, ഈ PDF നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഈ PDF-നകത്ത് കുറെ റയർ ഫാക്ടുകൾ ഉണ്ട്. നമുക്കറിയാം UPSC നിന്ന് PSC ധാരാളം ചോദ്യങ്ങൾ അടിച്ചു മാറ്റാറുണ്ട്. അത്തരത്തിൽ UPSC-യിൽ വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതും ആ നിലവാരത്തിലുള്ളതുമായിട്ടുള്ള കുറെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് പുറത്തുനിന്ന് റാങ്ക് ഫയലിൽ കിട്ടാത്ത ചില സംഭവങ്ങൾ ഈ PDF-ൽ തന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം റിവിഷൻ നടത്തുക അടുത്ത പ്രിലിംസിന് മുമ്പ്. ഓക്കെ, KS-നും LSGS-നും SI പരീക്ഷയ്ക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ഈ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ആരംഭിച്ചാലോ? ചരിത്രം, ബഡ്ജറ്റിന്റെ ചരിത്രം അല്ലെ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് സംഭവം? അത് പഠിച്ചിട്ട് ഇന്ററിം ബഡ്ജറ്റ് എന്താണെന്ന് പഠിക്കും. പിന്നെ ഇത് രണ്ട് നമ്മളെ വ്യത്യാസം നമ്മൾ പഠിക്കും, ഇന്ററിം ബഡ്ജറ്റും ബഡ്ജറ്റും നമ്മളെ വ്യത്യാസം. ഓക്കെ, യെസ്, നിങ്ങളുടെ ചാറ്റ് ഞാൻ കാണുന്നുണ്ട്. ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ രീതിയിൽ പറഞ്ഞാൽ വരവ് ചെലവ് കണക്ക് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. നമ്മൾ വീട്ടിലാണെങ്കിലും ബഡ്ജറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു മനുഷ്യന് ഇത്തിരി ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ വരവ് ചെലവ് കണക്ക് വേണം. പറയാം, കളഞ്ഞാലും അളന്ന് കളയണം എന്നൊക്കെ പറയാം അല്ലെ. നമ്മൾ വെറുതെ കളയുന്ന പൈസയാണെങ്കിൽ അതിന് കണക്ക് കാണണം എന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഒരു കുടുംബത്തിനാണെങ്കിൽ പോലും അങ്ങനെ നിലനിൽപ്പുള്ളൂ. ഒരു കമ്പനിക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനാണെങ്കിലോ എന്തിനാണെങ്കിലും അങ്ങനെ നിലനിൽപ്പുള്ളൂ. അപ്പൊ ഇന്ത്യ ചരിത്രം നമുക്കറിയാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് ഇന്ത്യയെ കുട്ടിച്ചോറാക്കിട്ടങ്ങ് പോയി അല്ലെ. അതിന്റെ ഭാഗമായിട്ട് 1857 വലിയൊരു വിപ്ലവം നടക്കുന്നുണ്ട്. ആ വിപ്ലവത്തിനൊക്കെ ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റിന് തലയ്ക്ക് വെളിവ് വന്നു. നമ്മൾ ഇന്ത്യയെ നന്നായിട്ട് ഭരിക്കണമെങ്കിൽ ബഡ്ജറ്റ് വെച്ച് തന്നെ ഭരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ലോർഡ് കാനിന്റെ സമയത്ത് 1860 ഏപ്രിൽ 7-നാണ് ഇതിൽ ആദ്യമായിട്ട് ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നത്തെ കാലത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പർ എന്ന് പറയും, ഫിനാൻസ് മിനിസ്റ്ററിന്റെ ഇക്വലന്റ് ആണ് ഇന്നത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കാനിന്റെ ആശീർവാദത്തോടു കൂടി ഇന്ത്യയിൽ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നമുക്ക് വന്നിട്ടുള്ള PYQ ആണ്, പ്രീവിയസ് ഒരു ചോദ്യമാണത്. ഈ ജെയിംസ് വിൽസനെ പറ്റി ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് സ്ഥാപിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഇതേ ജെയിംസ് വിൽസൺ തന്നെയാണ്. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിനെ, പ്രധാനപ്പെട്ട ചില ആൾക്കാരെ നമുക്കൊന്ന് പഠിക്കണം. ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇന്ററിം ഗവൺമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ തീരുമാനിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് വെറുതെ കൈയും വീശി ഇന്ത്യ വിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇന്ററിം ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ അധികാരം ഏൽപ്പിച്ചിട്ട് പോകാനാണ് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തത്. അങ്ങനെ ആ ഇന്ററിം ഗവൺമെന്റിൽ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ ഇന്റർ ഗവൺമെന്റ് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ക്രിയേറ്റ് ചെയ്ത ഇന്റർ ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? വാസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്റർ ഗവൺമെന്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. 1946 പീരീഡിലെ കാര്യം ഞാനീ പറയുന്നത്. നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, UPSCക്കും PSCക്കും ഒക്കെ വന്നിട്ടുണ്ട്. നെഹ്റു, എക്സാക്ട്ലി, വെരി ഗുഡ്. നെഹ്റു ആയിരുന്നു വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റ് ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരിക. അപ്പൊ ആ ക്യാബിനറ്റില്, നെഹ്റുവിന്റെ ക്യാബിനറ്റില് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്നുള്ള വ്യക്തി ആരെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിലെ മെമ്പർ ആയിട്ടുള്ള ലിയാഖത്ത് അലി ഖാൻ ആണ്, അല്ലെ? ലിയാഖത്ത് അലി ഖാൻ. ലിയാഖത്ത് അലി ഖാന് മറ്റൊരു പ്രത്യേകത ഉണ്ടല്ലോ. പാകിസ്ഥാന്റെ ആദ്യത്തെ ഏത് വ്യക്തിയാണ് ലിയാഖത്ത് അലി ഖാൻ? മുഹമ്മദ് അലി ജിന്ന അല്ല പാകിസ്ഥാൻ ആദ്യത്തെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒന്നും. ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഏതാ അധികാരം കൈവരിച്ച വ്യക്തിയാ? കമന്റ് സെക്ഷനിൽ പറയാം. സോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിയാഖത്ത് അലി ഖാനും നെഹ്റുവും കൂടുള്ള മിനിസ്ട്രി, ഇവര് തമ്മിൽ തല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മിനിസ്ട്രി 8 നില പൊട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ലിയാഖത്ത് അലി ഖാൻ ഇന്ത്യയിലല്ല നിൽക്കുന്നത്. സോ ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് നിന്ന വ്യക്തി വിഭജനത്തിന് ശേഷം പോകുന്ന നേരെ പാകിസ്ഥാനിലോട്ടാണ്. യെസ് രോഹിത്. അപ്പൊ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടുത്തെ വലിയൊരു പ്രൈം മിനിസ്റ്റർ എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട്, അല്ലെ? എക്സാക്ട്ലി. അപ്പൊ അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ലിയാഖത്ത് അലി ഖാൻ നമുക്ക് ചോദ്യം വന്നിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഡൈനാമിക്സിന്റെ ബേസിസിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാ? അത് സർ RK ഷൺമുഖം ചെട്ടിയാണ്. ശ്രീ ഷൺമുഖം ചെട്ടി. അദ്ദേഹം 1947 നവംബർ 26 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പൊതുവെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത അല്ലെങ്കിൽ സ്ത്രീ രത്നം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇതൊക്കെ നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്കിനി ചോദ്യം വരാൻ സാധ്യതയുള്ള ചില ഏരിയാസിലേക്ക് പോവാം. കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനിൽ കുറെ ചോദ്യങ്ങൾ വരേണ്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ. അപ്പൊ ബഡ്ജറ്റ് എന്താണെന്ന് കണ്ടു, ബഡ്ജറ്റ് ചരിത്രപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കണ്ടു. പക്ഷെ നമുക്ക് ഇതൊക്കെ ചോദിച്ച് പദം വന്ന ചോദ്യങ്ങളാണ്. നമുക്കിനി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷനുള്ള ചോദ്യങ്ങൾ. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മള് പ്രിലിംസിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ബാച്ചിലേക്ക് വരാം. കാര്യം കുറെ ആൾക്കാർ ഡിമാൻഡ് ചെയ്തിരുന്നു ഒരു 2 മാസത്തേക്കുള്ള ചെറിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. നമുക്കിനി ലക്ഷ്മികാന്ത് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പഠിക്കണം. ലക്ഷ്മികാന്ത് ബേസ്ഡ് എന്ന് പറയുമ്പം ഈ 6 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ററിം ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ്. ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലോ അതും താൽക്കാലികമായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്. അപ്പൊ ഇന്ത്യൻ ബഡ്ജറ്റ് നിങ്ങൾ അടുത്ത് പരിചയപ്പെടണമെങ്കിൽ പ്രോപ്പർ, അതായത് സാധാരണ ഒരു ബഡ്ജറ്റ് എന്താണെന്ന് പഠിച്ചിട്ട് പിന്നെ അതിനെ ഇന്ത്യൻ ബഡ്ജറ്റ് ഒരു കമ്പയർ ചെയ്യുമ്പോൾ സംഭവം ക്ലിയർ ആവാം. സാധാരണ ഒരു ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ഒരു നോർമൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റ്, സാധാരണഗതിയിൽ ഒരു ബഡ്ജറ്റ് നമുക്ക് പാസ് ആക്കണമെങ്കിൽ പ്രസന്റ് 6 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പ്. ഒന്നാമത്തെ കാര്യം എന്താ? ബഡ്ജറ്റ് അവതരിപ്പിക്കണം. പ്രസന്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ്, അത് എല്ലാവർക്കും അറിയാം അല്ലെ? എല്ലാം നമ്മൾ അവതരിപ്പിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് പ്രസന്റേഷൻ ഓഫ് ദ ബഡ്ജറ്റ്. പിന്നെ അവതരിപ്പിച്ച ബഡ്ജറ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ ലോക്സഭ കൂലങ്കർഷമായിട്ട് ചിന്തിക്കും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഈ പാർലമെന്റ് എന്ന് വെച്ചാൽ വലിയൊരു ബോഡിയാണ്. നമ്മളൊരു കാര്യം ഒരു 100 പേര് ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ്, അതൊരു 10-15 ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. ഇപ്പൊ നമ്മൾ പറയാം, ആള് കൂടിയാൽ പാമ്പിനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറയാറുണ്ടല്ലേ. കാര്യം കുറെ പേര് ഇരുന്നൊരു ടെക്നിക്കൽ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണ്, അത് കുറച്ച് എക്സ്പേർട്സ് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴാണോ അതിന് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. കുറച്ച് ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ്. സോ പാർലമെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച ഡെലിബറേറ്റീവ് ബോഡിയാന്ന് പറയാറുണ്ട്. അതിന്റെ എഫിഷ്യൻസി കുറവായതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. 10-24 കമ്മിറ്റീസ് അങ്ങനെ ഉണ്ട്. കമ്മിറ്റിക്ക് ഇത് പഠിക്കാൻ വിടും. കാര്യം കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പബ്ലിക് ഫിനാൻസസിലും ബഡ്ജറ്റിലും ഒക്കെ അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവര് ഇതിനെപ്പറ്റി പഠിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ആയി, സെക്കൻഡ് സ്റ്റേജ് ആയി, തേർഡ് സ്റ്റേജ് ആയി. ഈ 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെ സ്റ്റേജ് ആണ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. 4-ാമത്തെ സ്റ്റേജ് വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ് ആണ്. 5 പാസിംഗ് അപ്രോപ്രിയേഷൻ ബിൽ.
6 പാസിംഗ് ഫിനാൻസ് ബിൽ. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡുണ്ട്, DAF എന്ന് ആലോചിച്ചു. DAF, ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം അല്ലെ, ഡിമാൻഡ്സ് അപ്രോപ്രിയേഷൻ ഫിനാൻസ്. ഈ ഒരു കോഡ് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം കുറെ സ്റ്റേറ്റ്മെന്റ്സ് എന്നിട്ട് അറേഞ്ച് ദം ഇൻ അക്കോർഡിംഗ് ടു ദ കറക്റ്റ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് വെച്ച് ഉത്തരത്തിലേക്ക്, ഇത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പ്രസന്റേഷൻ ചെയ്യണം, പിന്നെ ഡിസ്കഷൻ നടത്തണം, പിന്നെ കമ്മിറ്റിക്ക് വരണം, അത് നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇന്ന് അവസാനത്തെ 3 സ്റ്റേജ് ആൾക്കാർക്ക് തിരിഞ്ഞു പോകും. സോ DAF എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലിരിക്കണം. ഇത് പുതിയൊരു സെക്ഷനാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഖജനാവ്, കൺസോളിഡേറ്റഡ് ഫണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാ ഖജനാവ് എന്ന്. ഖജനാവിൽ നിന്ന് ഗവൺമെന്റിന് 1 രൂപ എടുക്കണമെങ്കിൽ പോലും പാർലമെന്റിന് അനുവാദം വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് പാർലമെന്റിന് മുമ്പിൽ സമർപ്പിക്കുക. അതായത് ഗവൺമെന്റ് ഒരു 1000 കോടി രൂപ വേണം. ബഡ്ജറ്റിന് വരവും ചെലവുമാണല്ലോ. പാർലമെന്റിന് അനുവാദം ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. ആ പൈസ പിന്നെ ചെലവാക്കാൻ പറ്റത്തുള്ളൂ. സോ ഒരു 1000 കോടി രൂപ വേണമെങ്കിൽ ഗവൺമെന്റ് ആ ഡിമാൻഡ് പാർലമെന്റിന് മുമ്പിൽ, പ്രത്യേകിച്ച് ലോക്സഭയുടെ മുമ്പിൽ സമർപ്പിക്കും. ഇവിടെ രാജ്യസഭയ്ക്ക് വലിയ റോൾ ഇല്ല, അത് നമ്മൾ താഴെ പഠിക്കും. ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് കാണിക്കും. ഓക്കെ, ഇത്ര രൂപ നമുക്ക് ഡിമാൻഡ് ഉണ്ട്. ഇനിയുള്ളതാണ് 2 സ്റ്റെപ്പ്, അപ്രോപ്രിയേഷൻ ബില്ലും ഫിനാൻസ് ബില്ലും. അതായത് നമുക്കിപ്പോ 1000 കോടി രൂപ വേണം. അത് എവിടെ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യും, എവിടെ നിന്നാണ് ആ പണം കണ്ടെത്തേണ്ടത് എന്നുള്ള ബില്ലാണ് അപ്രോപ്രിയേഷൻ ബിൽ. സോറി, അതല്ല, എത്ര രൂപ വേണം. ഇപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു വലിയൊരു ഡിമാൻഡ് ഉണ്ട്, ഒരു വലിയൊരു ഡാം പണിയണം, അതിന് 10,000 കോടി രൂപയാവും. ആ 10,000 കോടി രൂപ വേണം എന്ന് പറയുന്ന ബില്ലാണ് അപ്രോപ്രിയേഷൻ ബിൽ. പൈസ എത്ര രൂപ അപ്രോപ്രിയേറ്റ് ചെയ്യണം എന്ന ബില്ലാണ് അപ്രോപ്രിയേഷൻ. അപ്പൊ ഫിനാൻസ് ബിൽ എന്താ? നമ്മൾ ഫിനാൻസ് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താ? പൈസ കൊടുക്കാന്നല്ലേ. നമുക്കൊരു 10,000 കോടി രൂപ ആവശ്യമുണ്ടെങ്കിൽ ആ 10,000 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തണം എന്നുള്ള ടോപ്പിക്കാണ് ഫിനാൻസ് ബില്ലിനകത്ത് ഡിസ്കഷനിൽ വരാം. ഓക്കെ, സോ നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് വെക്കുന്നു. അപ്പൊ അതിന് എത്ര രൂപ വേണം എന്ന് അപ്രോപ്രിയേഷൻ ബില്ലിൽ പറയുന്നു. ആ ഒരു രൂപ എവിടെ നിന്ന് കണ്ടെത്തണം എന്ന് പറയുന്നത് ഫിനാൻസ് ബില്ലിലാണ്. ഇത്ര ആലോചിച്ചാൽ മതി. അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സൈഡ് ആണെങ്കിൽ ഫിനാൻസ് ബില്ല് ഇൻകം സൈഡ് ആയിരിക്കും. ഓക്കെ, ഇത് എത്ര രൂപ ചെലവാകുമെന്ന് പറയുന്നത്, ഇത് എത്ര രൂപ, ആ ചെലവാകുന്ന രൂപ നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഫിനാൻസ് ബില്ലിൽ പറയുന്നു. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നത്. പക്ഷെ ഇന്ത്യൻ ബഡ്ജറ്റ് പാസ്സാക്കാൻ ഇത്രയും കോലാഹലങ്ങളൊന്നും യാതൊരു ആവശ്യമില്ല. അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ചാലോ. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ആർട്ടിക്കിൾ ഏതാ? വാട്ട് ഇസ് ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ബഡ്ജറ്റ്? യെസ്, 112, ആർട്ടിക്കിൾ 112 അല്ലെ. ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? ആർട്ടിക്കിൾ 112 ആണ് ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ എന്നുള്ള കാര്യം എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ, ആർക്ക് പറയാം? ഒരു കണക്ക് കൂട്ടലാണല്ലേ, ബഡ്ജറ്റ് ഒരു കണക്ക് കൂട്ടലാണ്. ഒന്നും കൂട്ടിയ 2 അല്ലേ, 1 + 1 = 2. അപ്പം ബഡ്ജറ്റ് ഒരു കണക്ക് കൂട്ടലാണെന്നുള്ള രീതി നമുക്ക് അങ്ങനെ ആലോചിക്കാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് എന്നതൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല. യെസ് അനന്തു, എക്സാക്ട്ലി. കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 112 പറയുന്നത് ഗവൺമെന്റ് ഷാൽ ലേഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ബിഫോർ ദ പാർലമെന്റ് മാത്രമേ പറയുന്നുള്ളൂ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് ബഡ്ജറ്റ് എന്ന സംഭവം കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ബഡ്ജറ്റ് എന്നൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെ ഉപയോഗിക്കുന്ന വാക്ക് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, സിമിലർ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, ജുഡീഷ്യൽ റിവ്യൂ എന്നൊരു വാക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കുന്നുണ്ടോ? ജുഡീഷ്യൽ റിവ്യൂ ഇല്ല. യെസ്, ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തില്ല. എക്സാക്ട്ലി, എക്സ്പ്ലിസിറ്റ് മെൻഷൻ ഇല്ല. അപ്പൊ ക്യാബിനറ്റ് എന്ന് പറയുന്നൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? ക്യാബിനറ്റ് അതുണ്ട്. കാര്യം ക്യാബിനറ്റ് എന്നുള്ള വാക്കുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെ. എമർജൻസി ഒക്കെ പ്രൊക്ലെയിം ചെയ്യണം, ക്യാബിനറ്റിന് റിട്ടേൺ കൺസെന്റ് വേണമെന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതില്ലായിരുന്നു. പിന്നെ 44ാമത്തെ ഭേദഗതി വെച്ചിട്ട് നമ്മളത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബഡ്ജറ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഡ്ജറ്റ് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരു പ്രാവശ്യം സിവിൽ സർവീസിന് ചോദിച്ചത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക,
മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിൽ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അഫയേഴ്സ്, കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിനകത്ത് കാര്യം മിനിസ്റ്റർ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് അണ്ടർ ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് ഭാവിയിൽ ഇനി ചോദ്യം വരാൻ പോകുന്നത് ഏത് ഡിവിഷൻ ആണെന്നുള്ളതായിരിക്കും. ഓർത്തിരിക്കുക, മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന്റെ ഡിവിഷൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ബഡ്ജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ബഡ്ജറ്റ് തരാം. അപ്പൊ ബഡ്ജറ്റ് ഡിവിഷൻ എന്നുള്ള ഡിവിഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അതിനുള്ള കുറെ ഡിവിഷൻസ് ഉണ്ട്. ബഡ്ജറ്റ് ഡിവിഷൻ, ഫിനാൻസ് ഡിവിഷൻ, കുറെ ഡിവിഷൻസ് ആണ്. ബഡ്ജറ്റ് ഡിവിഷൻ ആണ് ഇതിന്റെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് കുറച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഏരിയ ഇൻ ദ സെൻസ് കുറച്ച് പുതിയ ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം PSC ചോദിച്ചത് ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, അതൊക്കെയുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഉള്ള സാധനങ്ങളാണ്. ഇതൊരു ചോദിക്കാതെയുള്ള മേഖലകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചില ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്താം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 112 അല്ലെ, ബഡ്ജറ്റ്. ഇതൊക്കെ ചോദിച്ച് എല്ലാവരും ബോറടിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി വരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾ 113 എന്താന്നുള്ളത്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിന്റെ ആർട്ടിക്കിൾ നമുക്കറിയാം. ആർട്ടിക്കിൾ 113 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ആണ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് നമ്മൾ നേരത്തെ കണ്ടു. ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ബഡ്ജറ്റിന്റെ എത്രാമത്തെ സ്റ്റേജാണ്? ബഡ്ജറ്റിനകത്ത് എത്രാമത്തെ സ്റ്റേജ് ആണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്ന്, വോട്ടിംഗ് ഫോർ ഡിമാൻഡ് ഫോർ ഗ്രാന്റ് എന്ന് പറയുന്നത്? ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, പ്രസന്റേഷൻ, ജനറൽ ഡിസ്കഷൻ, ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റീസിന് വിടുന്നു, പിന്നീടാണ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് വരുന്നത് അല്ലെ? എക്സാക്ട്ലി ഫോർത്ത് സ്റ്റേജ്. എക്സാക്ട്ലി ഫോർത്ത് സ്റ്റേജ്. അപ്പം അതിന്റെ ആർട്ടിക്കിൾ 113 ആണ് ഇറങ്ങിയിരിക്കുക. പിന്നെ അടുത്ത ഫിനാൻസ് ബിൽ അല്ലെങ്കിൽ പാസിംഗ് ഓഫ് ഫിനാൻസ് ബിൽ എത്രാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു? ഓർമ്മയുണ്ടോ? അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു അല്ലെ? അപ്പൊ ഫിനാൻസ് ബില്ലിനും ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 110 ആണ് ഫിനാൻസ് ബിൽ. സിക്സ്ത് സ്റ്റെപ്പ് ആണ്. വെരി ഗുഡ്, സിക്സ്ത് സ്റ്റെപ്പ് ആണ്. അപ്പൊ ആർട്ടിക്കിൾ 110 ആണ്. ഇവിടെ ആർട്ടിക്കിൾ 114 ഈ പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. നമ്മളിപ്പോ വിപ്ലവങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഫ്രഞ്ച് റവല്യൂഷന്റെ ചരിത്രമാണെങ്കിൽ അമേരിക്കൻ റവല്യൂഷൻ ചരിത്രം നമുക്ക് ഒരു കാര്യം അറിയാം. ഗവൺമെന്റിന് ഖജനാവിൽ കൈയിട്ട് വരണമെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. ഓക്കെ, ഇപ്പൊ ഫ്രാൻസില് ബർബൺ ഡൈനാസ്റ്റിയും ഈ പാർലമെന്റ് തമ്മിലുള്ള ഉടക്കിന്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കൂടെ നയിക്കുന്നത്. കാര്യം പാർലമെന്റിന്റെ ഗ്ലോറിയസ് റവല്യൂഷൻ റീസൺസിലൊന്നും അതാ. ഗ്ലോറിയസ് റവല്യൂഷന്റെ സമയത്തും ഉള്ള ഇഷ്യൂ അതാ. പാർലമെന്റ് പൈസ കൊടുക്കത്തില്ല രാജാവിന്. രാജാവ് എന്ത് ചെയ്യും? പാർലമെന്റിനെ പിരിച്ചുവിടും. അതാണ് അവിടത്തേക്ക് നടക്കുന്ന സംഭവം. പണ്ട് തൊട്ടുള്ള സിസ്റ്റം എന്താ? പാർലമെന്റിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ രാജാവിനാണെങ്കിലും, നമ്മുടെ ഇന്ത്യയിലെ കേസ് ആണെങ്കിലും, പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും, പ്രസിഡന്റ് ആണെങ്കിലും, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ പോലും സെനറ്റിന്റെ അനുവാദം വേണം. ഇവിടെ അങ്ങനെ കോണ്ടെക്സ്റ്റ് വരുന്നത്. ഗവൺമെന്റ് ക്യാൻ ഓൺലി വിഡ്രോ ഫണ്ട് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് വിത്ത് പാർലമെന്റ്സ് അപ്രൂവൽ. അതായത് ഒരു രൂപയെങ്കിലും ഗവൺമെന്റിന് ഖജനാവിൽ നിന്ന് എടുക്കണമെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. പർട്ടിക്കുലർലി ലോക്സഭയുടെ ആയതുകൊണ്ട് പ്രധാനം പറയാം. ഇത് പറയുന്ന ആർട്ടിക്കിൾ 114 ഇന്ത്യയുടെ ഫിനാൻസിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക വശത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഒരു രാജ്യത്ത് നിലനിൽക്കാവുന്നില്ല. കാര്യം ജനങ്ങൾ കുറെ ആൾക്കാർ എലക്ട് ചെയ്ത് വിടും. അവർ തോന്നിയ പോലെ ധൂർത്തടിക്കും. ആ ധൂർത്ത് ഒഴിവാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 114. ഇത് തന്നെയാണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ഫണ്ടമെന്റൽ ആർട്ടിക്കിൾസ് വന്നു. ഓക്കെ, ഓർത്തിരിക്കുക. ഇവിടെ കുറച്ച് ഒരു എക്കണോമിക് ഡയമെൻഷനിലേക്ക് പോകണം. ഈ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു അല്ലെ? ഒരു ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുമ്പം അതിനകത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഉൾപ്പെടുത്തുക? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ബഡ്ജറ്റ് സ്പീച്ച്, ഒബ്വിയസ്ലി ഫിനാൻസ് മിനിസ്റ്ററിന്റെ സ്പീച്ച്, പ്രസംഗം അതിനകത്ത് കാണും. അതിന്റെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഡിമാൻഡ് ഫോർ ഗ്രാന്റ്, ഫിനാൻസ് ബിൽ. ഇത് മൂന്നും അതിനകത്ത് ഉൾപ്പെടുത്തും. എക്സാക്ട്ലി ആണ് അതിലേക്ക് നമ്മൾ വരുന്നത്. പ്രീവിയസ് ഇയറിലെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും ഇനി വരാൻ പോകുന്ന വർഷത്തിലെ വരവ് ചെലവ് കണക്കുകൾ ഊഹിച്ചു വെച്ചുകയോ നമ്മൾ ആന്റിസിപ്പേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ അതും ഇതിനകത്ത് വരും.
പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FRBM എന്നൊരു ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിരുന്നു. എന്താ FRBM ആക്ട്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. നമ്മുടെ സിലബസിനകത്ത് ഇത് വരുന്നില്ല, നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ ആക്ടിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ചില ഡോക്യുമെന്റ്സ് ബഡ്ജറ്റിനോട് ചെയ്യണം. അതായത് ഈ ആക്ടിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സിമ്പിളാ. പണ്ട് ഗവൺമെന്റിന് ഒരു 1000 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉടനെ പോയി കടമെടുക്കും. ഒരു 10,000 കോടി രൂപ വേണമെങ്കിലും പോയി കടമെടുക്കും. 1,00,000 കോടി രൂപ വേണമെങ്കിൽ അവർ പോയി കടമെടുക്കും. അങ്ങനെ കടമെടുത്ത് ഇന്ത്യ മുടിയാറായ സമയത്താണ് നമ്മൾ FRBM ആക്ട് പാസ് ചെയ്തത്. ഇതിന് അണ്ടറിൽ ഗവൺമെന്റിന് കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിച്ചു. ഇപ്പൊ ചില ടാർഗറ്റ്സ് ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്ര ആയിരിക്കണം, റവന്യൂ ഡെഫിസിറ്റ് ഇത്ര ആയിരിക്കണം എന്നുള്ള ഒരു പരിധി ഉണ്ട്. അപ്പം ആ നിയമത്തിന്റെ അണ്ടറിൽ നമ്മൾ ഇനി എപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ചില ഡോക്യുമെന്റ്സ് ബഡ്ജറ്റിനോട് നമ്മൾ സമർപ്പിക്കണം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ്. ഇത് 3 ഡോക്യുമെന്റ്സ് ആണ്. മാക്രോ എക്കണോമിക് ഫ്രെയിംവർക്ക് സ്റ്റേറ്റ്മെന്റ് ഒരെണ്ണം, മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് മറ്റൊന്ന്, മീഡിയം ടേം ഫിസിക്കൽ പോളിസി സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ ഡോക്യുമെന്റ്. ഇത്രയും ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റിന്റെ കൂടെ പാർലമെന്റ് അവതരിപ്പിക്കണം. ഇത് ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കുന്ന ഡോക്യുമെന്റാ. മാക്രോ എക്കണോമിക്സ് മീൻസ് എന്താ? ഇൻഫ്ലേഷൻ എങ്ങനെ പോകുന്നു, ഡീഫ്ലേഷൻ എങ്ങനെ പോകുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗവൺമെന്റ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് സംഭവം എന്നാണ്, ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണം ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്? ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും ബഡ്ജറ്റിന്റെ കൂടെ പ്രസന്റ് ചെയ്യണം. ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കൂടും അല്ലെ? ഇൻ ദ സെൻസ് ഗവൺമെന്റിന് ഇങ്ങനെ പോയി ശരിയാവത്തില്ല, അതുകൊണ്ട് നമ്മുടെ ധനക്കമ്മി കുറയ്ക്കണം, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി, ആ ഒരു ബാധ്യത ഗവൺമെന്റിന് മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്ന ചില ഡോക്യുമെന്റ്സ് ആണ് ഈ പറയുന്നത്. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയോ? നമ്മൾ ഇപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ. കുറച്ച് ടെക്നിക്കലാണെന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ വരാൻ സാധ്യതയുള്ള പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ബാക്കി ചോദ്യങ്ങൾ എന്താ? റെയിൽവേ ബഡ്ജറ്റ് അല്ലെ? റെയിൽവേ ബഡ്ജറ്റ് എന്നാണ് ആദ്യമായി നമ്മൾ അവതരിപ്പിക്കുന്നത്? പണ്ട് ഒരൊറ്റ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും ഒരൊറ്റ ബഡ്ജറ്റേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് എപ്പോഴോ റെയിൽവേക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നൊരു സമ്പ്രദായം. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്റർപ്രൈസിൽ ഒന്നായിരുന്നു ഇന്ത്യൻ റെയിൽവേ അല്ലെ? ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ഡൽഹൌസിയാണ് റെയിൽവേ കൊണ്ടുവരുന്നത് തന്നെ. ഇപ്പൊ റെയിൽവേ ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കുന്നു, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക് പ്ലേയേഴ്സിൽ ഒരാൾ റെയിൽവേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേയെ നമുക്ക് പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് 1921 ആക്വർത്ത് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആക്വർത്ത് കമ്മിറ്റി ഈ റിപ്പോർട്ടിലാണ് പറയുന്നത് നമുക്ക് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ മാറ്റി നിർത്തണം. കാര്യം റെയിൽവേ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ 1924 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെയിൽവേ ബഡ്ജറ്റിനെ ജനറൽ ബഡ്ജറ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. റെയിൽവേയെക്കാട്ടിയും വലിയ എന്റർപ്രൈസ് നമ്മൾ സ്ഥാപിച്ചു. നമുക്ക് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ട്, ISRO വരെ ഉണ്ട്. ISRO നമ്മൾ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഇടുന്നുണ്ടോ? നമുക്ക് ഡിഫൻസ് മിനിസ്ട്രി ഉണ്ട്, ഡിഫൻസ് മിനിസ്ട്രി നമുക്ക് സെപ്പറേറ്റ് ബഡ്ജറ്റ് ഇടുന്നുണ്ടോ? പക്ഷേ നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച സാധനങ്ങൾ നമ്മൾ മാറ്റാറില്ലല്ലോ. ഇപ്പൊ IPC CRPC പോലും ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചത് നമ്മൾ അടുത്ത കാലത്താണ് മാറ്റാൻ തീരുമാനിച്ചത്. ഇതാണ് കൊളോണിയൽ റിലിക് എന്ന് പറയും. അതായത് കൊളോണിയൽ അവശിഷ്ടങ്ങൾ, ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച പല കൊളോണിയൽ അവശിഷ്ടങ്ങളും ഇന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ എക്കണോമിക്സിലും ജോഗ്രഫിയിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒന്നായിരുന്നു. ബ്രിട്ടീഷുകാർ പണ്ട് തുടങ്ങി വെച്ചൊരു കാര്യം ഇന്ന് ഒരു ഉപകാരം ഇല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നിരുന്നു. പക്ഷെ 2017 നമ്മൾ നിർത്തി. 2017 ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും മെർജ് ചെയ്തു. ഇപ്പൊ നമുക്ക് റെയിൽവേ ബഡ്ജറ്റ് ഇല്ല. റെയിൽവേയേക്കാൾ വലിയ എന്റർപ്രൈസുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ റെയിൽവേ ബഡ്ജറ്റ് വലിയ ആവേശത്തോടായിരുന്നു കാണുന്നത്. ട്രെയിൻ പുതിയ ഇടും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്യും. പുതിയ ട്രെയിൻ വന്നു, അപ്പൊ നമുക്ക് അവിടെ പോയി എളുപ്പമാണ്, ഇവിടെ പോയി എളുപ്പം എന്നുള്ള രീതിയിൽ വെക്കേഷൻ പ്ലാൻ ചെയ്യും. കാര്യം ജനറൽ ബഡ്ജറ്റിനേക്കാൾ നമ്മൾ മലയാളികള് ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നത് റെയിൽവേ ബഡ്ജറ്റിനായിരുന്നു അല്ലെ? പുതിയ ഏതൊക്കെ വണ്ടിയുടെ കയ്യിൽ നിന്ന് പോയി. ഇന്നാണെങ്കിലും റെയിൽവേ എന്ന് വെച്ചാൽ ഒരു വികാരമാണ് അല്ലെ? എന്തുകൊണ്ടാണ്? നമുക്ക് ഇപ്പം കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പോകണമെങ്കിൽ ട്രെയിനിൽ പോകണമെങ്കിൽ എത്ര രൂപയാവും?
ആലോചിച്ച് നോക്കിയാൽ ട്രെയിനിൽ കേരളത്തിൽ നിന്ന് ഹിംസാഗർ എക്സ്പ്രസ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ഹിംസാഗർ എക്സ്പ്രസ് കയറി കഴിഞ്ഞാൽ നേരെ കാശ്മീരിലെ മഞ്ഞ് മലയിൽ ചെന്നിറങ്ങാം. ഒരു 1000-1200 രൂപ ടിക്കറ്റിനാകത്തുള്ളൂ. കാര്യം റെയിൽവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എക്സാക്ട്ലി ആണോ ചീപ്പസ്റ്റ് ആണ്. ഇറ്റ് വിൽ ബി ഓൺലി അറൌണ്ട് $1,200. ദാറ്റ്സ് ട്രൂ. അപ്പൊ റെയിൽവേ അത്രത്തോളം വികാരമാണ്, ഇമോഷൻ ആണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ജീവനാഡി എന്ന് റെയിൽവേ പറയുന്നത്. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെയാണ് റെയിൽവേ ബഡ്ജറ്റ് നമ്മൾ 2017 സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്തത്. പക്ഷെ ഇനിയിപ്പോ അതിന്റെ റിലവൻസ് വളരെ കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സംഭവം നമ്മൾ 2017 നിർത്തി. ഓക്കെ, പക്ഷെ ഇപ്പം മറ്റേ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഏതൊക്കെ ട്രെയിൻ ഇട്ടു, ചെങ്കോട്ട പുനലൂർ ഹൈവേ റെയിൽ പദ്ധതിയുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കും. യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്. അതായത് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവ് ചെലവ് കണക്കാണല്ലോ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷൻ ഉണ്ട്. ചെലവ്, എക്സ്പെൻഡിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്, എക്സ്പെൻഡിച്ചർ മെയ്ഡ് ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഉണ്ട്. ഖജനാവിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്യാം, ഖജനാവിൽ നിന്ന് എക്സ്പെൻഡിച്ചർ മെയ്ഡ് ചെയ്യാം. സംഭവം സിമ്പിൾ, ഇത്രയുള്ള സാധനം. ഇപ്പം പ്രസിഡന്റിന്റെ ശമ്പളം ഖജനാവിൽ നിന്നാണ് പോകുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അത് എല്ലാ വർഷവും ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വോട്ടെടുപ്പിന് വിധേയമാക്കൂ. നമുക്ക് ഈ വർഷം പ്രസിഡന്റ് ഇത്രയും ശമ്പളം കൊടുക്കണം, വോട്ട് ചെയ്യുമെന്ന് പറയൂ. അല്ലെങ്കിൽ ജഡ്ജിമാർക്ക് ശമ്പളം കൊണ്ട് വോട്ട് ചെയ്യുമെന്ന് പറയൂ? ഇല്ല, അത് ലോജിക് ഇല്ല. കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചില എക്സ്പെൻസുകൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ആനുവൽ വോട്ടിംഗ്, വർഷാവർഷമുള്ള വോട്ടിങ്ങിന് അത് വിധേയമല്ല എന്ന് ആലോചിക്കാം. എന്തുകൊണ്ടാ? ഭയങ്കര ഇൻകൺവീനിയൻസ് അല്ലേ? മാത്രമല്ല പ്രസിഡന്റിനെ ഇഷ്ടപ്പെടാത്തൊരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രസിഡന്റിന്റെ ശമ്പളം കുറയ്ക്കത്തില്ലേ? എല്ലാ വർഷവും പ്രസിഡന്റിന്റെ ശമ്പളം ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇരിക്കുന്ന ആൾക്കാർ, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരുടെയൊക്കെ ശമ്പളം ചാർജ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് അത് വർഷാവർഷം വോട്ടിങ്ങിന് ഇടണ്ട, അത് അവർക്ക് ലൈഫ് ലോങ് സ്ഥാനത്തേക്ക് കാലത്തോളം കിട്ടിക്കൊണ്ടിരിക്കും. കൺട്രോളർ ആൻഡ് ഓഡിറ്റേഴ്സ് അവരുടെയൊക്കെ ശമ്പളം ഇങ്ങനെ. അപ്പൊ അവർക്ക് ആരും പേടിക്കാതെ ജോലി ചെയ്യാം. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ ഇവർക്ക് പേടി അടുത്ത വർഷം ബഡ്ജറ്റ് വരുമ്പോൾ എന്റെ ശമ്പളം കുറയ്ക്കോ എന്നുള്ള പേടി അവർക്ക്. അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ചാർജ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് നോട്ട് സബ്മിറ്റഡ് ടു വോട്ട് ഫോർ പാർലമെന്റ്. ഇത് വോട്ടിങ്ങിന് വിധേയമല്ല. പാർലമെന്റ് അത് എന്ത് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാൻ, ചർച്ച ചെയ്തങ്ങ് വിടാം. പക്ഷെ വോട്ട് ചെയ്യാൻ അവര് നടക്കത്തില്ല. ഓക്കെ, അത് വലിയ പ്രോസസ് ആണ് അവരത് മാറ്റണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാശ്, പൈസ അല്ലെ, ഫിനാൻഷ്യൽ ഡയമെൻഷൻസിലുള്ള ഡിസിഷൻസിലൊക്കെ ലോക്സഭയ്ക്കാണ് അൾട്ടിമേറ്റ് പവർ. നമുക്കറിയാം മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാസ്സാക്കുന്നതൊക്കെ ലോക്സഭയിലാണ്. ബഡ്ജറ്റിനകത്തും അവർക്ക് മാത്രമേ അതിനകത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ. ബഡ്ജറ്റിന്റെ കേസ് അങ്ങനെ, ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതൊക്കെ ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ. രാജ്യസഭയ്ക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരു അധികം രാജ്യസഭയ്ക്കില്ല. രാജ്യസഭ വെറും നോക്കുകുത്തിയായി ബഡ്ജറ്റിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് അവർക്ക് വോട്ട് അവകാശമില്ല. ബട്ട് ദേ ക്യാൻ ഡിസ്കസ് ദ ബഡ്ജറ്റ്. ബഡ്ജറ്റ് ചർച്ച ചെയ്യാം. ഇതിനെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യുന്നു, അവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, റെക്കമെൻഡേഷൻ ഇൻവാലിഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ഓഫ് ലോക്സഭ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുക. ലോക്സഭയുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രിവിലേജ് ആണ് അത്. റൈറ്റ്. ഇനിയാണ് ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്ന റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയറിലേക്ക് വരേണ്ടത്. ഇന്ററിം ബഡ്ജറ്റ് നമ്മൾ നേരത്തെ ബഡ്ജറ്റ് ആണ് വലിയൊരു പ്രോസസ് അല്ലേ, 6 സ്റ്റേജ് ഉണ്ട്, ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. പക്ഷെ ഇന്ററിം ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ടെമ്പററി ബഡ്ജറ്റാ. ഇന്ററിം എന്ന് വെച്ചാൽ എന്താ? ഇന്ററിം ഗവൺമെന്റ്, താൽക്കാലിക ഗവൺമെന്റ്. ഇന്ററിം ബഡ്ജറ്റ് താൽക്കാലിക അല്ലെങ്കിൽ ഇടക്കാല ബഡ്ജറ്റ് എന്ന് മലയാളത്തിൽ പറയാം അല്ലെ. ഇപ്പം അടുത്ത ലോക്സഭ ഇലക്ഷൻ അല്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന് ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇടാൻ പറ്റുമോ? ആ വർഷം ഇവര് അധികാരത്തിൽ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അതുകൊണ്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് 2 or 3 അല്ലെങ്കിൽ മാക്സിമം 4 മാസത്തേക്ക് ഉള്ളൊരു ബഡ്ജറ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇന്ററിം ബഡ്ജറ്റ് ഇത് ഷോർട്ട് ടേം പ്ലാൻ ആണ്. എലക്ഷൻ വരെയുള്ള ചെലവിന് നമുക്ക് പൈസ വേണം, അതിന് പാർലമെന്റിന് അനുവാദം വേണം, അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ് ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പുതിയ ഗവൺമെന്റ് വരുന്നത് വരെ നടക്കാനുള്ള ചെലവിനും വരവിനും ഉള്ള ഡീറ്റെയിൽസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുന്ന കാര്യം, ഡീറ്റെയിൽ പ്രൊവിഷൻസ് ഒന്നും ഇതിനകത്തില്ല. ഇപ്പൊ നോർമൽ ബഡ്ജറ്റിലാണെങ്കിൽ വരവിന്റെയും ചെലവിന്റെയും വിശാലമായിട്ടുള്ള കണക്കുകളും ആന്റിസിപ്പേഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. പക്ഷെ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽഡ് പ്രൊവിഷൻസ് ഇല്ല എന്ന് തന്നെ പഠിക്കാം.
അപ്പം ഇവിടെ ഇവരെന്താ ചെയ്യുന്നത് അറിയോ? ബഡ്ജറ്റ് പാസ്സാകും. അവരുടെ വോട്ട് ഓൺ അക്കൗണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വോട്ട് ഓൺ അക്കൗണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 114 പറയുന്ന സാധനമാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ഇപ്പം ഒരു ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ബഡ്ജറ്റ് പാസ്സായെങ്കിലേ നമുക്ക് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ, എന്നാലേ ചെലവ് നടത്താൻ പറ്റത്തുള്ളൂ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഡിസ്കഷൻ നടക്കുന്ന സമയത്തും ചെലവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? ബഡ്ജറ്റ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ചെലവിനുള്ള പൈസ കിട്ടത്തുള്ളൂ. ഡിസ്കഷന്റെ സമയത്ത് നമുക്ക് അപ്പോഴും ചെലവുണ്ട്. അപ്പൊ അത്രയും കാലം ചെലവ് നിർത്തിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ചെലവിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ബഡ്ജറ്റ് ഡിസ്കഷൻ സമയത്ത് തൽക്കാലം നമുക്ക് ചെലവാക്കാൻ എത്ര രൂപ വേണോ അത് പാർലമെന്റ് അനുവദിച്ചു കൊടുക്കും. മൊത്തത്തിലുള്ള ബഡ്ജറ്റിന്റെ ഒരു 1/6 ആയിരിക്കും. മൊത്തത്തിലുള്ള ബഡ്ജറ്റ് 1 ലക്ഷം കോടി രൂപയാണെങ്കിൽ അതിന്റെ ഒരു 1/6 ആയിരിക്കും വോട്ട് ഓൺ അക്കൗണ്ട് എന്ന രീതിയിൽ തുടക്കത്തിൽ അതിന് അനുവദിച്ചു കൊടുക്കുക. ബാക്കി പ്രൊവിഷൻസ് ഒക്കെ ഡിസ്കഷൻ ശേഷം മാത്രമേ അനുവദിക്കത്തുള്ളൂ. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. ദാറ്റ് ടു വിതൗട്ട് ഡിസ്കഷൻ. സാധാരണ വോട്ട് ഓൺ അക്കൗണ്ട് ഒക്കെ പാർലമെന്റ് ചർച്ച ചെയ്തിട്ടാണ് പാസ്സാക്കുന്നത്. പക്ഷെ ഇവിടെ അതിന് 2-3 മാസം കൂടെ ഗവൺമെന്റ് ഉള്ളൂ എന്നുള്ള രീതിയിൽ ഡിസ്കഷൻ പോലും ഇല്ലാതെ പാർലമെന്റ് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി വിടും. അതായത് അടുത്തൊരു 3-4 മാസത്തേക്ക് ഗവൺമെന്റിന് വേണ്ടുന്ന ചെലവിനുള്ള പൈസ പാർലമെന്റ് കൊടുക്കും. ഇതാണ് ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സമ്മറി മാത്രമേ ഉള്ളൂ. ഒരു പ്രോപ്പർ ബഡ്ജറ്റിൽ ഡീറ്റെയിൽഡ് പ്രൊവിഷൻ ഉണ്ട്. ഇപ്പം ഇന്ത്യൻ ബഡ്ജറ്റിലെ പോയിന്റുകൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ഇപ്പം റീസെന്റ് ആയിട്ട് വന്ന ഇന്ത്യൻ ബഡ്ജറ്റിലെ പോയിന്റുകൾ വളരെ പെട്ടെന്ന് അതിന്റെ പോയിന്റ്സ് തീരും. കാര്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ ബഡ്ജറ്റ് ആണെങ്കിൽ നമ്മൾ കുറേ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നൊരു കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം ഇതിന് സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. സെക്കൻഡ് പാർട്ടിനകത്ത് ഇന്ത്യൻ ബഡ്ജറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ പറയാം. ഇത്തരത്തിൽ കൂടുതൽ ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ബാക്കി ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ റെക്കോർഡിംഗ് ഓഫ് ആക്കിയതിനു ശേഷം നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ.